മൊഡ്യൂൾ വരുന്നത് ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഡയറക്റ്റഡ് ഗ്രാഫ്സ്. അപ്പോൾ ഇതുവരെയുള്ള ഗ്രാഫുകളിൽ നിന്ന് അതേപോലെ തന്നെ പക്ഷെ ഒരു ഡയറക്ഷനും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച ഗ്രാഫിലൊക്കെ ഒരു വെർട്ടക്സ് ഉണ്ടായിരുന്നു, എഡ്ജുകൾ ഉണ്ടായിരുന്നു, ഇൻസിഡന്റ് മാപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു എഡ്ജുകൾ എങ്ങനെയാണ്, ഏതൊക്കെ ഒരു ആർക്ക്, ഒരു ഇ എന്ന് പറയുന്ന എഡ്ജ് എങ്ങനെയാണ്, ഏത് രണ്ട് വെർട്ടക്സ് എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് എന്നുള്ള ഇൻസിഡന്റ് മാപ്പ്. പിന്നെ ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ ഓരോ എഡ്ജിനും ഓരോ ഡയറക്ഷനും കൂടെ ഉണ്ടാവും. ആ ഒരു എഡ്ജ് ഏത് വെർട്ടക്സിൽ നിന്ന് ഏത് വെർട്ടക്സിലേക്കാണ് പോകുന്നത് എന്നുള്ള ഡയറക്ഷൻ. അതിന്റെ ഫോർമൽ ഡെഫിനിഷൻ എങ്ങനെയാണ്? എ ഡയറക്റ്റഡ് ഗ്രാഫ് ഡി ഈസ് ആൻ ഓർഡേർഡ് ട്രിപ്പിൾ വി ഓഫ് ഡി എ ഓഫ് ഡി ഐ ഡി. അതായത് മൂന്ന് വി ഓഫ് ഡി എ ഓഫ് ഡി ഐ ഡി എന്ന് പറയുന്ന മൂന്ന് സെറ്റുകളുടെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ട്രിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. ഇനി ഇതിലുള്ള ഓരോ എലിമെന്റ് വി ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? അതൊരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. അതൊരു ആ ഒരു ഗ്രാഫിലെ സെറ്റ് ഓഫ് വെർട്ടിസസ് ആണ്. ഒരു ഗ്രാഫിന്റെ സെറ്റ് ഓഫ് വെർട്ടിസസിനെയാണ് എന്ത് പറയാ? വി ഓഫ് ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ എ ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു സെറ്റ് ഓഫ് ഈ വി ഓഫ് ഡി എന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള നെയിമിങ് ആയിരിക്കണം. ഡിസ്ജോയിന്റ് ഫ്രം വി ഓഫ് ഡി. വി ഓഫ് ഡി എന്ന് ഡിസ്ജോയിന്റ് ആണ്. അത് എന്താണ്? ആർക്കുകളാണ്. അതായത് എ ഓഫ് ഡി ഇസ് എ സെറ്റ് ഓഫ് ഡിസ്ജോയിന്റ് ഫ്രം വി ഓഫ് ഡി കാൾഡ് ദ സെറ്റ് ഓഫ് ആർക്സ് ഓഫ് ഡി. ഡി എന്ന് പറയുന്ന ഗ്രാഫിലെ ആർക്കുകളെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? എ ഓഫ് ഡി എന്ന് പറയുന്നത്. അതുപോലെ ഐ ഡി ഈസ് ആൻ ഇൻസിഡന്റ് മാപ്പ് ദാറ്റ് അസോസിയേറ്റ് വിത്ത് ഈച്ച് ആർക്ക് ഓഫ് ഡി ആൻഡ് ഓർഡേർഡ് പെയർ ഓഫ് വെർട്ടിസസ് ഓഫ് ഡി. ഈ ഐ ഡി എന്ന് പറയുന്നത് ഓരോ ആർക്കിനോടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഡേർഡ് പെയർ ആണ്. ഓരോ ആർക്കും ഏത് രണ്ട് വെർട്ടസിനെയാണ് ജോയിൻ ചെയ്തത് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനുള്ള ഒരു ഓർഡേർഡ് പെയറിനെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇതാണ് ഒരു ഡയറക്റ്റഡ് ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ. ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ട്രിപ്പിൾ ആണ്. വി ഓഫ് ഡി എന്ന് പറയുന്നത് നോൺ എംപ്റ്റി സെറ്റ് കാൾഡ് സെറ്റ് ഓഫ് വെർട്ടിസസ് ആണ്. എ ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആർക്കുകളാണ്. അതുപോലെ ഐ ഡി എന്ന് പറയുന്ന ആ ആർക്കുകൾ മാപ്പ് ചെയ്തിട്ടുള്ള. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതിൽ ആർക്കുകളുടെ ഇത് മാർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് V1, V2, V3, V4, V5, V6 6 വെർട്ടക്സുകൾ ഉണ്ട്. ഈ 6 വെർട്ടക്സുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആർക്കുകൾ ഉണ്ട്. ഇവിടെ നമ്മൾ എഡ്ജ് എന്നല്ല പറയാം, ഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ ആർക്കുകളാണ്. ഈ ആർക്കുകൾ ജോയിൻ ചെയ്യുന്ന കാരണം ഇതെന്താണ്? ഒരു ഡയറക്ഷനും കൂടെ ഉണ്ടാവും അല്ലെ? ഇത് എവിടുന്ന് എവിടേക്ക് പോകുന്നു എന്നുള്ള ഒരു ഡയറക്ഷനും കൂടെ ഉണ്ടാവും. ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു ആർക്കിന്റെ ഇത് സപ്പോസ് ഇതൊരു A1 എന്ന് ഡിനോട്ട് ചെയ്യുക. A1. ഈ A1ന്റെ ഇൻസിഡന്റ് റിലേഷൻ എന്താ പറയുക? V1, V6 എന്ന് വരും. ഐ ഡി ഓഫ് A1 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡയറക്റ്റഡ് ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നത്.